ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഉമ്മമാനെ കൊണ്ട് ഇന്ന് വേറൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിച്ചതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉമ്മമാനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ, ഞമ്മക്കിന്ന് പാലിയപ്പം ഉണ്ടാക്കിയാലോ? ഞാൻ ഉണ്ടാക്കുക പാലിയപ്പം ഉണ്ടാക്കണമെങ്കിൽ പൊടി വാട്ടാൻ അങ്ങോട്ട് എടുക്കൽ പൊടി 3/4 പൊടി മതി. ഒരു തേങ്ങ കൊണ്ട് പൊളിച്ചോ. ഉപ്പും പാത്രം കൊണ്ട് എടുക്കൽ നുള്ളിപ്പയിലിടണം. ഉപ്പിട്ടിട്ട് ആ വെള്ളം തിളച്ചിക്കണം. ഒരു 3/4 പൊടിൻ്റെ എടുത്തോ. ഞാനത് അതിലിട്ടിട്ടൊന്ന് ഇളക്കട്ടെ. അതിലിട്ട് ഇളക്കിയിട്ട് മാങ്ങ അത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കട്ടെ. ഇത് തേങ്ങ പൊളിച്ചിക്കണോ? ഞാൻ തേങ്ങ പൊളിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഒന്നാണ്ട് ഇളക്കിയിട്ട് ഒന്ന് നല്ലോണം കുഴക്കണം. അത് നല്ലോണം കുഴച്ചെങ്കിലുള്ളൂ അത് മണിയായി വരിക. നല്ലോണം കുഴക്കണം. ഞാൻ ഇത് നല്ലോണം ഒന്ന് കുഴക്കട്ടെ. ചൂടാകുന്നതിൻ്റെ മുന്നേ തന്നെ നല്ലോണം കഴിക്കണം. കജുമ്മ തുള്ളി വെള്ളം നനക്കണം. എന്നാലും ഒരു മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ. അത് നുള്ളാൻ കുറ്റുമൊക്കെ ചിരിക്കുള്ളൂ. അതിനൊക്കെ നല്ല പണി തന്നെയാണ്. അത് ഇങ്ങനെ പറഞ്ഞാൽ പോരാ, പണി തന്നെയാണ് അതിന്. അത് നല്ലോണം കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ രസം പൊതിന് കാട്ട് അതിലേക്ക് ഇത് നുള്ളിയിടണം. അതിലേക്ക് നുള്ളിയിട്ട് മണിയാക്കിയിട്ട് വേണം അത് നേരെയാക്കണം ചെങ്കിൽ. ഞാൻ നുള്ളിയിട്ടെ അതിങ്ങനെ നുള്ളിയിട്ടിട്ട് ചെറിയ മണിയാക്കണം. ചെറിയ മണിയാക്കിയിട്ട് വേണം ഒറ്റ വെള്ളം വെക്കാൻ. ഞാനത് നുള്ളിയിടാൻ കൂടണോ? ഇത് നുള്ളിയിടാനൊന്നും കൂടണ്ട. എൻ്റെ കജിമ്മയൊന്നും ഇനിയിപ്പോൾ അതാക്കണ്ട. ഒരു തേങ്ങ പൊട്ടിച്ചോ. അപ്പോൾ അത് മണിയാക്കലൊക്കെ കഴിഞ്ഞു. ഇനി ആ തേങ്ങ കൊണ്ടെടുത്ത് അത് ചിരകട്ടെ. ഞാൻ ആ തേങ്ങ ചിരകിയിട്ട് മതി. ഇനി അത് ബാക്കിയുള്ള പണിയെടുക്കുക. തേങ്ങയൊക്കെ ചിരകൽ കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ ചെമ്പുകട്ടിൻ്റെ എടുത്താൽ അമ്മക്ക് കുടിച്ചാൽ മാത്രമുള്ള വെള്ളം അതിൽ വെക്കട്ടെ. അത് വെച്ചിട്ട് അതിലേക്ക് വെള്ളം തിളക്കുമ്പോൾ ശർക്കര ഇടണം. ശർക്കര പാത്രം കൊണ്ടുവരും. അതുപോലെ മണിയൊക്കെ ഉണ്ടാക്കണം. നമ്മളിപ്പോൾ കുറച്ചുണ്ടാക്കണല്ലേ ഉള്ളൂ. അതാണ് ഇത്ര കുറച്ച് മണി ഉണ്ടാക്കിക്കണത്. അത്രയൊന്നും ഉണ്ടാക്കിയാൽ പോരാ. തോനെ മണിയൊക്കെ ഉണ്ടാക്കും. അതിന് തിളച്ചിക്കണു. 4 അച്ച് ചക്കര ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇതിക്ക് ഇപ്പിടണ്ടോ? ചകരപ്പ് ഇടണം. ഉപ്പ് പാത്രം എടുത്തോ. ചകരപ്പ് ഇടണം. എന്നിട്ട് അത് ഉരുകോളം ഇളക്കി കൊടുക്കണം. ചക്കര ഉരുകാതെ അയക്കുന്നു. ഉപ്പം പാത്രം എടുത്താൽ ചകരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ചക്കരയൊക്കെ ഇപ്പോൾ ഉരുകി ശരിയായിക്കുന്നു. ഇനിയിപ്പോൾ ആ പൊടി ഇതിൽക്കിടണം. മണി ഇതിൽക്കിടണം. അതും ഇട്ട് ഇളക്കണം. അതും ഇട്ട് ഇളക്കിയിട്ട് വേണം അതിലേക്ക് 2 കയ്യിൽ പൊടി കലക്കി പാരണം. 2 കയ്യിൽ പൊടി കലക്കി പാർന്നിട്ട് അതിൻ്റെ കുറുക്കം പാകത്തിനാക്കണം. ഇനി ആ പാത്രത്തിലെ മണീൻ്റെ എടുക്കുക. അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടി കലക്കി പാരണം. ഉഞ്ഞിക്കയിൽ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് പാരാൻ. ആ 2 ഉഞ്ഞിക്കയിൽ പൊടി കലക്കി പാരണതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടാണ് പൊടി പാരുക. ആ മണി ഇട്ടിട്ട് അത് ഇളക്കിയിട്ട് വേകുമ്പോഴാണ് പൊടി അതിലേക്ക് കലക്കി പാരുക. നിങ്ങളിപ്പോൾ കലക്കി വെച്ച പൊടി അതിലേക്ക് പാരുമ്പോൾ അത് കുറുന്നനാവൂലേ? അതിന് തിളച്ച വെള്ളം മുക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ആ വെള്ളം ഞെരുക്കാണ്ട് ഒഴിച്ചണം. കുറുകി വരുമ്പോഴോ? കുറുക്ക് കയറണമെങ്കിൽ ആ വെള്ളം ഒഴിച്ചണം. അപ്പോൾ അതിങ്ങനെ കുറുകി വരുന്നുണ്ട്. അതിലേക്ക് നുള്ളി ജീരകപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് വേണം പൊടി പാരാൻ. ജീരകപ്പൊടി ഇട്ടിട്ട് വേണം വെള്ളം പാരാൻ. ജീരകപ്പൊടി അതിലേക്ക് ഒരു നുള്ളിട്ട് കൊടുക്കട്ടെ. എന്നിട്ട് വെള്ളം പാരണം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചണം. നല്ല കട്ടിയാണിത്. മധുരമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ? നമ്മൾ ആവശ്യത്തിനുള്ള മധുരം ഇട്ടുക്കണല്ലോ അല്ലേ? മധുരമൊക്കെ ഉണ്ടാവും. മധുരം ഇടുമൊന്നും വേണ്ടി വരില്ല. മധുരമൊക്കെ അതിലുണ്ടാവും. ഇതൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ആ തേങ്ങ ഇട്ട് കൊടുക്കതിക്ക്? അത് വാങ്ങാനാകുമ്പോഴാണ് തേങ്ങ ഇടുക. ജീരകപ്പൊടി ഇട്ട് കൊടുത്തുക്കുന്നു. ഇനി ആ വെള്ളം എടുത്ത് അതിലേക്ക് കട്ടിയേറിയാണ്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചട്ടെ. വെള്ളം ഒഴിച്ചത് നല്ല ഇളക്കിയിട്ട് മാങ്ങാരയിക്കണം. ഇപ്പം ഏതായാലും ഇനി ആ തേങ്ങയാണ് അതിൽ ഇടേണ്ടത്. തേങ്ങ ഇട്ടിട്ടത് മാങ്ങ വേണ്ടത്. തേങ്ങ ഇട്ടിട്ട് മാങ്ങിയിട്ട് അതിപ്പം തന്നെ നല്ല ചൂടിനാണ് കുടിക്കുക. എല്ലാവരും കൂടിയിട്ടാണ് കുടിക്കുക.
പണ്ടൊക്കെ എല്ലാവരും കൂടിയിട്ട് പിലായിലോണ്ട് കയ്യിലുത്തിയിട്ടൊക്കെ കുടിച്ചിരുന്നത്. ഞാൻ ഒറ്റക്കൊന്നുമല്ല കുടിക്കുക, എല്ലാവരും ഇതിൽ നിന്ന് മുക്കി കുടിക്കും. എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.